ഇഡ്ഡലിയും ദോശയൊക്കെ തയ്യാറാക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കണമെന്ന്. പക്ഷേ എല്ലാവരും അത് ഉണ്ടാക്കി കഴിയുമ്പോൾ അത്ര സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റായി കിട്ടാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യം നമ്മൾ അരി ഉഴുന്നും അരയ്ക്കാനുള്ളത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു തവി ചോറൂടെ ഇട്ട് കൊടുക്കുക. നല്ല വെളുത്ത ചോറാണെങ്കിൽ നല്ല വെളുത്തിരിക്കും ഇഡ്ഡലി. ചുമന്ന ചോറാണെങ്കിൽ അത്രയും കളർ വരത്തില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ അരയ്ക്കാനായിട്ട് എപ്പോഴും നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ മാവിടെ ഞാനിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. മാവിടെ നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൂടെ ചേർത്ത് ഇഡ്ഡലി തയ്യാറാക്കാം. ഞങ്ങൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്താണ് തയ്യാറാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മുടെ പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം.